ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്നലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിഫ്റ്റിയിൽ നല്ലൊരു ബിയറിഷ് സെന്റിമെന്റ് ആയിരുന്നു നമ്മൾ കണ്ടിരുന്ന. PCR ഒക്കെ നോക്കുവാണെങ്കിൽ 0.6ഉം 0.7ഉം ആ റേഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് നേരെ അത് തിരിച്ചായി അല്ലേ. രാവിലെ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും വണ്ണിന്റെ മേളിലായിരുന്നു. സോ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നോക്കുമ്പോഴത്തേക്കിനും 0.89 റേഞ്ചിലാണ് PCR ഇന്ന് വന്നേക്കുന്നത്. സോ മാർക്കറ്റ് തിരിച്ച് നല്ലപോലെ ഒരു അപ് ട്രെൻഡ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ രാവിലത്തെ ആ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് ഇവിടെ ഇന്നലെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. നമ്മൾ ഈ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നത് ഒരു 570 തൊട്ട് 600 റേഞ്ച് നമ്മൾ പറഞ്ഞിരുന്നത് റെസിസ്റ്റൻസ് സോൺ ആയിരുന്നു. സോ ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ഡൗൺവേർഡ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതായിരുന്നു നമ്മൾ ഇന്നലത്തെ ഡിസ്കസ് ചെയ്ത്. ഇൻ കേസ് അത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സെക്കൻഡ് റെസിസ്റ്റൻസ് സോൺ ഉണ്ട്. ഇവിടെ മാർക്കറ്റ് ഒരു റിജക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മാർക്കറ്റിന്റെ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ആ റിജക്ഷൻ ഒരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മേളിലോട്ട് കയറിയേക്കുന്നത്. സോ അപ്പോൾ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഒരു ഇൻവാലിഡ് ആയി. കാരണം ഓൾറെഡി മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് ആ ഒരു സോൺ ഇൻവാലിഡ് ആയി. ഓക്കെ. സോ ഇനി അപ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു സെയിം റീജിയനെ തന്നെ നമുക്കൊരു ഒരു സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഇത് 30 മിനിറ്റ്സിന്റെ ക്യാൻഡിലാണ്. സോ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഒരു റിജക്ഷൻ നല്ലൊരു റിജക്ഷൻ ആണ് വന്നിരുന്നത്. സെക്കൻഡ് ക്യാൻഡിൽ നോക്കുമ്പോഴത്തേക്കിന് ആ ഒരു സപ്പോർട്ട് സോണിൽ തന്നെ വീണ്ടും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് ഒരു അപ് ട്രെൻഡിലോട്ടുള്ള ഒരു സ്റ്റാർട്ട് കിട്ടിയത്. ഓക്കെ. സോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 571 തൊട്ട് 612 570 തൊട്ട് 21612 എന്നുള്ള റേഞ്ച് ആണ് നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നാളെ ഇനി ആക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ചെറിയൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഒരു 625 തൊട്ട് 642 വരെയുള്ള ഒരു സപ്പോർട്ട് സോൺ. കാരണം മാർക്കറ്റ് ഇവിടെ പലതവണ വന്നിട്ട് ഇവിടുന്നാണ് ഒരു മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഒരു അപ് ട്രെൻഡിലോട്ട് കയറുന്നത്. സോ ഇത് നമുക്കൊരു ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്ത സപ്പോർട്ട് സോൺ ആണ്. പക്ഷെ നമ്മൾ നാളത്തേക്കിന് ഇത് നമുക്ക് നോക്കണ്ട. ഈ ഒരു 571 തൊട്ട് 600 വരെയുള്ള 612 വരെയുള്ള റേഞ്ച് ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. ഈ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ സെയിം ഡിസ്കസ് ചെയ്ത ആ റെസിസ്റ്റൻസ് സോൺ തന്നെയാണ്. ഇപ്പൊ നമുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു സെയിം റെസിസ്റ്റൻസ് സോണിൽ തന്നെ ഒരു മാർക്കറ്റ് വന്ന് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു റെസിസ്റ്റൻസ് സോണിനകത്തോട്ട് എൻ്റർ ചെയ്തപ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കാം ഈ ഒരു ഈ ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ ആയിരുന്നു അതിനകത്ത് ആ റെസിസ്റ്റൻസ് സോണിലോട്ട് എൻ്റർ ചെയ്തത്. സോ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നല്ല ഒരു റിജക്ഷൻ ആണ് വന്നിരുന്നത്. ഓക്കെ, ആ റിജക്ഷൻ വന്നിട്ട് ആ റെസിസ്റ്റൻസ് സോണിന്റെ തൊട്ട് താഴെ എന്ന് വെച്ചാൽ ആ ഒരു എക്സാക്ട്ലി ഒരു 692 ആ റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് നല്ലപോലെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു റെസിസ്റ്റൻസ് സോണിനെ. അതുപോലെ തന്നെ നമുക്ക് സ്വിംഗ് നോക്കുവാണെങ്കിൽ ഇതാണ് പ്രീവിയസ് സ്വിംഗ് ഹൈ പറയുന്നത്. സോ പ്രീവിയസ് സ്വിംഗ് ഹൈ ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല. ആ ഒരു സോൺ തന്നെയാണ് നമ്മുടെ റെസിസ്റ്റൻസ് സോൺ. സോ മാർക്കറ്റ് ആ സ്വിംഗ് ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അത് കാരണം മാർക്കറ്റ് തിരിച്ച് ഒരു അപ് ട്രെൻഡ് ആണ്, ഒരു ബുള്ളിഷ് മൊമെന്റം ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. നാളത്തെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ഇതൊരു അപ് ട്രെൻഡിലോട്ട് പോകുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സോ ഇനി അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ലൈനിന്റെ അവിടെ മാർക്കറ്റ് ഇന്ന് വന്നിട്ടില്ല. സോ ആ ട്രെൻഡ് ലൈൻ നമുക്ക് നാളത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് ഇത് ഫസ്റ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 571 തൊട്ട് 612 വരെയും സെക്കൻഡ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 502 തൊട്ട് 542 വരെയും. ഓക്കെ. സോ ഈ റെസിസ്റ്റൻസ് സോൺ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ സെയിം റേഞ്ച് തന്നെയാണ്. അതിനകത്ത് യാതൊരു ചേഞ്ചസും ഇല്ല. പിന്നെ ഇന്ന് നമുക്ക് ചേഞ്ചസ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് സോൺ ഇന്നലത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ അത് മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പണിംഗിൽ തന്നെ മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഇന്ന് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് അതിനെ നാളത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്ത ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ രാവിലെ തൊട്ട് തന്നെ നമുക്ക് നല്ല ഒരു ബുള്ളിഷ് ട്രെൻഡ് ആയിരുന്നു മാർക്കറ്റ് ഇന്ന് തന്നത്. ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് ഇവിടെ ഇന്നലെ ഒരു റെസിസ്റ്റൻസ് സോൺ നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല ഹ്യൂജ് ഈ ഒരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഇന്നലത്തെ ഒരു 11:15 തൊട്ട് 3:15 വരെയുള്ള ക്യാൻഡിൽ 3:30 വരെയുള്ള ക്യാൻഡിൽ നമുക്ക് നോക്കുമ്പം ആ ഒരു റെസിസ്റ്റൻസ് സോണിന് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടായിരുന്നു കുറെ നേരം റിജക്ഷൻ എടുത്ത് നിന്ന്. സോ അത് കാരണം ഈ റെസിസ്റ്റൻസ് സോൺ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് സോൺ നമ്മൾ ഇന്നലെ നമ്മൾ ഇന്ന് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തേക്ക് വേണ്ടിയിട്ട്. സോ അത് ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ഉണ്ടായിരുന്നു, അതും മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് നമുക്ക് അത് സപ്പോർട്ടായിട്ട് നമുക്ക് ആക്ട് ചെയ്യും. ഓക്കെ. സോ ഇത് ഇന്ന് ഇൻട്രാഡേയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു സപ്പോർട്ട് സോൺ ആണ് ഇത്.
ഈ 933 തൊട്ട് 988 എന്നുള്ളത്. സോ ഇത് ആക്ച്വലി ഇന്ന് ഞാൻ രാവിലെ കണ്ടപ്പം തന്നെ ഞാനൊരു യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടുന്ന് നമുക്ക് ഒരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. കാരണം നമുക്ക് PCR ഒക്കെ നോക്കുവാണെങ്കിലും നമുക്ക് എല്ലാ രണ്ടിന്റെയും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും PCR ഒക്കെ 1-ന്റെ above ആയിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ ഇൻട്രാഡേയിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ. സോ 9:15 തൊട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ 9:15 ഒരു ട്രെൻഡ് ലൈൻ 9:15 തൊട്ട് നമ്മൾ വരയ്ക്കുവാണെങ്കിൽ, സോ ഈ ഒരു 145, ഈ 215, 230, ഈ 315, ആ ഒരു എല്ലാ ഒരു ക്യാൻഡിലും നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയത്. അതുപോലെ തന്നെ ഇൻട്രാഡേയിൽ നമുക്ക് വേറെ ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് വന്നത് ഈ ഒരു റേഞ്ച് ആയിരുന്നു, എന്ന് വെച്ച് കഴിഞ്ഞാൽ 800 റേഞ്ച്, ഒരു 4861 തൊട്ട് 4898, 4898 ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്തു. സോ മാർക്കറ്റ് അവിടെ പലതവണ വന്നിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയത്. സോ ഇതൊക്കെ ഇൻട്രാഡേയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് സോൺ ആയിരുന്നു. ഓക്കെ. സോ ഇനി നാളത്തേക്കിന് ഉള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്, ഓക്കെ, അതിനു മുമ്പായിട്ട് വേറൊരു ഇതും കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ, നമുക്ക് നേരത്തെ ഒരു താഴത്തെ ഇതിലകത്ത് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് മേളിൽ നോക്കുമ്പോഴും മേളിൽ നമുക്ക് ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ, ആ ഒരു ട്രെൻഡ് ലൈനകത്ത് തന്നെയാണ് മാർക്കറ്റ് സിഗ്സാക്ക് അടിച്ചാണ് മാർക്കറ്റ് പോകുന്നത്. സോ ഇവിടെയും നമുക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് സ്വിംഗ് ആണ്, സ്വിംഗ് ഹൈ നമുക്ക് ഇതുവരെയായിട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ആ സ്വിംഗിൽ തന്നെയാണ് നമുക്ക് ഒരു റെസിസ്റ്റൻസ് വന്നേക്കുന്നത്. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റിലോട്ട് എൻ്റർ ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ നമുക്ക് മാർക്കറ്റിന് ഇവിടുന്ന് ഒരു റിജക്ഷൻ വരാനും സാധ്യതയുണ്ട്. ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ട് ഇവിടുന്ന് കുറെ ദിവസം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനും ചാൻസസും ഉണ്ട്. ഓക്കെ. സോ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. സോ ഇനി നാളത്തേക്കിനുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്, ഈ ഒരു റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇവിടെ ഈ ഒരു റേഞ്ച് നമുക്ക് നോക്കുവാണെങ്കിൽ മാർക്കറ്റ് പലതവണയായിട്ട് ഒരു സപ്പോർട്ട് എടുത്ത് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ. സോ ഈ ഒരു റേഞ്ച് നമുക്ക് നാളത്തെ ഫസ്റ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യും. സോ ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 47,722, 47,568 തൊട്ട് 47,722. ഓക്കെ. സോ ഈ ഒരു റേഞ്ച് നമുക്ക് നാളത്തെ ഒരു ഫസ്റ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇത് ഇന്നലത്തെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ആയിരുന്നു. സോ അത് നമുക്ക് വേണ്ട. ഇത് ഇൻട്രാഡേയുടെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷൻ ആയിരുന്നു, അതും വേണ്ട. നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ മാത്രം നമുക്ക് നാളത്തേക്കിന് ക്യാരി ഫോർവേഡ് ചെയ്യാം. കാരണം മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെയാണ് റിജക്ഷൻ എടുത്തേക്കുന്നതും. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇന്ന് റിജക്ഷൻ എടുത്ത് നിൽക്കുന്നത്. സോ ഇന്നലെ നമ്മൾ പറയുന്ന ഈ റെസിസ്റ്റൻസ് സോൺസ് ഒക്കെ മാർക്കറ്റ് നല്ലപോലെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനായിട്ട് യാതൊരു ഒരു ഹ്യൂജ് ഫോളോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിനെ സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ പറയുന്ന എല്ലാ റെസിസ്റ്റൻസ് സോണിലും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഓപ്പണിംഗ് ക്യാൻഡലിൽ വരുന്ന ആ ഒരു ബ്രേക്ക് ഔട്ട് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും റെസിസ്റ്റൻസ് സോണും നമ്മുടെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ഇതായിരിക്കും നമ്മുടെ റെസിസ്റ്റൻസ്. എക്സാക്ട്ലി ആ ഒരു റെസിസ്റ്റൻസ് സോണിനകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാം, നല്ല ഒരു റിജക്ഷൻ ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ. സോ അതുപോലെ തന്നെ നാളത്തേക്കിനുള്ള സപ്പോർട്ട് സോൺ ഇതായിരിക്കും 568 തൊട്ട് 722. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് അതിൽ യാതൊരു ചേഞ്ചസും ഇല്ല, 268 തൊട്ട് 385. രണ്ടാമത്തെ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 341 തൊട്ട് 464 വരെ. ഓക്കെ. സോ ബാക്കിയെല്ലാം നമുക്ക് എല്ലാം തന്നെ സെയിം ആയിരിക്കും, അതിൽ യാതൊരു ചേഞ്ചസും ഇല്ല. ഓക്കെ. സോ എൻ്റെ ഈ അനാലിസിസും ഒബ്സർവേഷൻസും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇനി നാളെ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ ഒരു ഉച്ച സമയത്ത് ഞാൻ എപ്പോഴും ഒരു ചെറിയൊരു മിഡ് ഡേ അപ്ഡേറ്റ് അനാലിസിസ് ഇടാറുണ്ട്. എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ എനിക്ക് ആ സമയത്ത് കാണുന്ന എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ ഞാൻ ഇടാറുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ. ഓക്കെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.